بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله ورسوله فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ജലമൊക്കെയും തൃണവൽക്കരിച്ചാൽ തന്നെയോ മനനൊന്നിടണ്ടാതിപുറുതല്ല പിന്നെയോ. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലോ കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലോ. മരണം നിനക്കില്ലാതതിൽ കഴിയുന്നതാ മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ. അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനോ രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ. കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതിലേക്ക് നീ ഒരു പാസുതാ മന്നാലേ.
മീനാർകുഴി എന്ന ഈ ഗ്രാമീണ പ്രദേശത്ത് ഒരു സംഘം മുജാഹിദ് പ്രവർത്തകന്മാർ പരിസരത്തുള്ള കേരള നദ്വത്തുൽ മുജാഹിദീനിന്റെ യൂണിറ്റുമായി സഹകരിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ മതപ്രഭാഷണ വേദിയിലും ഇതിന്റെ പരിസരങ്ങളിലും ഈ സംസാരം സാഗോദം ശ്രവിക്കുന്നതിന് വേണ്ടി സന്നിഹിതരായിട്ടുള്ള സ്നേഹാദരണീയരായ ബഹുമാനികളെ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ഇൽമിന്റെ വേദിയിൽ പരമാവധി സമയം ചെലവഴിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടി നല്ലവരായി മുന്നോട്ടു പോകുവാൻ നാം ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. സ്വാഗത ഭാഷണത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു പ്രഭാഷണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇവിടെ സംഘടിക്കുമ്പോൾ സ്വാഭാവികമായും വ്യത്യസ്തമായ മനസ്ഥിതിയുള്ള ആളുകൾ ഈ നാട്ടിൽ ഇതിനെ നോക്കിക്കാണുന്നുണ്ട് എന്നത് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. ഭൂരിപക്ഷം ആളുകളും ഇവിടെ എന്തോ ഒരു ലഅനത്ത് ഇറങ്ങാൻ പോവുകയാണ്, ഇതുവരെ ഇല്ലാത്ത ഒരു കുഴപ്പം അല്ലെങ്കിൽ ഒരു ഫിത്തന ഇവിടെ ഇനി നടക്കാൻ പോവുകയാണ് എന്നുള്ള വലിയ തെറ്റിദ്ധാരണ മനസ്സിലൊതുക്കിക്കൊണ്ടാണ് ഇവിടെ ഇതിനെ നോക്കിക്കാണുന്നത്. അവരെ അടച്ചാക്ഷേപിക്കുവാനോ കുറ്റം പറയുവാനോ നമുക്ക് സാധ്യമല്ല. കാരണം ഈ മഹത്തായ മുജാഹിദ് ആദർശ പ്രസ്ഥാനത്തിന് നേരെ നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാര്, ഉസ്താദന്മാർ വളരെ വ്യാപകമായി ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതെല്ലാം അവരുടെ നാവിലൂടെ മാത്രം കേട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്താണ് ഈ വിഷയങ്ങളിൽ പറയാനുള്ളത് എന്ന് കേൾക്കാതെ മുന്നോട്ടു പോകുന്ന പല സാധാരണക്കാരും അവര് മനസ്സിൽ പറയുകയാണ്, വിചാരിക്കുകയാണ്, എന്തിനാണ് വെറുതെ ആ സദസ്സിലിരുന്ന് നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്തുന്നത്. കാരണം അല്ലാഹുവില്ലാത്തവർ, റസൂലില്ലാത്തവർ, ദീനില്ലാത്തവർ, മഹാന്മാരുടെ പിന്തുണയില്ലാത്തവർ, പുത്തൻവാദികൾ, ദീനിനെ നശിപ്പിക്കാൻ വന്നവർ, ഇങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത നുണപ്രചരണങ്ങൾ ഈ ആദർശ പ്രസ്ഥാനത്തിന് നേരെ കെട്ടിവെച്ച് ഉന്നയിക്കുമ്പോൾ അത് ആത്മാർത്ഥമായി കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അവർക്ക് ആ രൂപത്തിലേക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വളരെ കൃത്യമായി സഹോദരങ്ങളെ കേൾക്കുവാനുള്ള ഒരു അവസരം ഇവിടെ വന്നു കിട്ടുമ്പോൾ അവിടെ പിന്നെ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാശി, നിങ്ങൾ എന്തു പറഞ്ഞാലും ശരി ഞാൻ നിൽക്കുന്നിടത്തേ നിൽക്കുള്ളൂ എന്ന് പറയുന്ന മറുക്കട മുഷ്ടി, അത് പാടില്ല. അതൊരിക്കലും തന്നെ സ്വർഗം അന്വേഷിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, സിറാത്തുൽ മുസ്തഖീമിൽ അണിചേരണമെന്ന് കൊതിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ആമുഖമായി എനിക്ക് പറയാനുള്ളത്, കുഞ്ഞായി മുസ്ലിയാർ പറഞ്ഞതുപോലെ വാശി, ചേനത്തല, ചിത്താന്തം ഇതൊക്കെ മാറ്റിവെക്കണം. കാരണം അതിനൊന്നും മരുന്നില്ല.
ഇന്ന തഹസുബദാഉല്ലാദവാലഹു ഇല്ലൽ ഹിദായതു മിൻ മൗലാഹു യുഹദിഹാ. വാശി മർക്കണമുട്ടി എന്നതൊരു രോഗമാണ്. അതിനൊരിക്കലും തന്നെ മരുന്നില്ല. അതിനാകെയുള്ള തൗഫീഖ് എന്താണ്? ഇല്ലൽ ഹിദായതു മിൻ മൗലാഹു യുഹദിഹാ. രാജസയ്യിദായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കളെ, എൻ്റെ മുഅ്മിനുകളെ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. അറിവന്വേഷിക്കുന്ന സദസ്സ് അത് സ്വർഗത്തിലെ ഒരു തോപ്പിനോളം തുല്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച്, അവന്റെ റസൂലിനെ സംബന്ധിച്ച്, ആ റസൂലുള്ള നമുക്ക് എത്തിച്ചു തന്ന പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ച്, അത് മുന്നോട്ട് വെക്കുന്ന വിശ്വാസകരം ആചാര അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരണം ലഭിക്കുമ്പോൾ സഹോദരങ്ങളെ, അങ്ങനെയുള്ള ദീനിന്റെ മജ്ലിസുകളെ, അങ്ങനെയുള്ള ദീനിന്റെ സദസ്സുകളെ അവഗണിച്ചുകൊണ്ട് വേറെ പണിയെടുത്ത് വേറെ ഏർപ്പാടുകളിൽ മുഴുകി ഇതിനെ അവഗണിച്ചു കളയുക എന്നുള്ളത് വളരെ വലിയ കുറ്റകരമായ സംഗതിയാണ്. മാത്രമല്ല, നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ വളരെ വലിയ ശിക്ഷ നമ്മൾ അതിന്റെ പേരിൽ ഏറ്റുവാങ്ങേണ്ടി വരും. ഇത് എന്റെ വാചകമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 124 മുതലുള്ള ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആമുഖമായി ഞാനിതാ സഹോദരങ്ങളെ, ഇതിനെ അവഗണിക്കുന്ന ആളുകൾ വല്ലവരുമുണ്ടെങ്കിൽ, ഈ മഹത്തായ ഇൽമിന്റെ സദസ്സിനെ പരിഹസിച്ചു മുന്നോട്ട് പോകാൻ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും നമുക്കൊക്കെ വേണ്ടിയും ഞാൻ ഉദ്ധരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫമൻ അറദ അൻ ദിക്രി فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال ربي لم حشرتني أعمى فقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പഠിപ്പിച്ചിരിക്കുകയാണ്, വമൻ അർള അൻ ദിക്രി, ആരെങ്കിലും എന്റെ ഉത്ബോധനത്തിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞാൽ, അള്ളാഹിന്റെ ദീനിനെ സംബന്ധിച്ച് പറയുന്ന സദസ്സിൽ നിന്ന് അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു കളഞ്ഞാൽ, വേറെ എന്തെങ്കിലും സ്വകലകളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇതിനെ വിട്ട് തിരിഞ്ഞു കളയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇന്ന ലഹു മഈശത്തൻ കാ, അവരുടെ ഉപജീവനം നാം അവർക്ക് കുടുസാക്കി കൊടുക്കുന്നതാണ്. മറ്റു പ്രബലമായ തഫ്സീറുകളിൽ നമുക്ക് കാണാം, അങ്ങനെയുള്ള ആളുകൾ ഖബറിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ വാരിയെല്ലുകൾ കോർക്കുമാർ ഖബർ അവരെ ഇടുക്കിക്കളയുന്നതാണ്. മാത്രമല്ല, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അമാ, ഖിയാമത്ത് നാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവർ വരുമ്പോ രണ്ട് കണ്ണും കാണാത്ത മനുഷ്യന്മാരായിട്ട് അന്ധന്മാരായി പരലോകത്ത് വരുന്നു എന്ന് അല്ലാഹു തആല പറയുന്നു. ഈ സമയത്ത് റബ്ബിനോട് ഇവർ പരലോകത്ത് വെച്ച് ചോദിക്കുമെന്നല്ല പറയുകയാണ്, ഖാല റബ്ബി ലിമ ഹശർതനി അമാ, അല്ലാഹുവേ, എന്തിനാണ് നീ എന്നെ കണ്ണ് കാണാത്തവനായി ഈ പരലോകത്ത് ഒരുമിച്ച് കൂട്ടിയത്? ഫഖദ് കുൻതു ബസീറാ, ഞാൻ ദുനിയാവിൽ കാഴ്ചയുള്ളവനായിരുന്നല്ലോ. ഈ സമയത്ത് പടച്ചു തമ്പുരാന്റെ മറുപടി എന്താണ്? അല്ലാഹു തആല പറയുന്നത് എന്താണ്? കാല കദാലിക, കാര്യം അപ്രകാരം തന്നെ, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അത്തത്തുക ആയാത്തുനാ, നമ്മുടെ ആയത്തുകൾ നിന്റെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ ഇന്നതാണ് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇങ്ങനെയാണ്. അതിനെ മഹാന്മാരായ സ്വഹാബത്ത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴി ഇന്നതാണ് എന്നിങ്ങനെ വളരെ കൃത്യമായി കൊണ്ട് നിനക്ക് വന്നു കിട്ടിയിരുന്നില്ലേ? ആ സമയത്ത് ഫനസീതഹാ,
നീ അതിനെയൊക്കെ മറന്നു കളഞ്ഞുവല്ലേ, അതിനൊക്കെ വേണ്ട ഗൗരവം കൊടുക്കാതെ അതൊക്കെ ചില പുത്തൻവാദികളല്ലേ, ദീനിൽ നിന്ന് പുറത്തു പോയവരല്ലേ, ഞാനെന്തിന് കേൾക്കണമെന്ന നിലയിൽ ആ തരത്തിലുള്ള സദസ്സ് നീ വിട്ടകന്നുപോയല്ലേ. അതുകൊണ്ട് കദാലിക്കൽ യൗമ തുൻസാ, ഇന്ന് നിന്റെ കാര്യത്തെക്കുറിച്ചു ഞാനിതാ ഇവിടെ മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ പരലോകത്ത് വെച്ച് പറഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് ആരുടെ സഹായവും ഉണ്ടാവില്ല. അതുകൊണ്ട് റബ്ബിന്റെ സ്നേഹം കിട്ടാൻ അല്ലാഹു തആല നമ്മെ പരിഗണിക്കാൻ ആരോരുമില്ലാത്ത പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൃത്യമായി പരിചരിച്ച് സംരക്ഷിച്ച് അവന്റെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നവരുടെ കൂടെ സഹോദരങ്ങളെ ഉൾപ്പെടുത്തണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഇൽമിന്റെ മജ്ലിസ് പങ്കിടണം. അതുകൊണ്ട് ഇവിടെ ഒഴിവുള്ള കസേരയിൽ വന്നിരിക്കാവുന്നതാണ്. ഇനി ഇരിക്കുമ്പോൾ പല ആളുകളെയും പേടിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഭയന്നുകൊണ്ട് കാര്യങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവരെ നമ്മൾ നിർബന്ധിക്കുന്നില്ല. ഈ ശബ്ദം കേട്ടുകൊണ്ട് പരിസരത്ത് നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ സന്മനസ് കാണിക്കണമെന്നാണ് ആമുഖത്തിൽ പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മുസ്ലിങ്ങളായിക്കൊണ്ട് നമ്മള് സഹോദരങ്ങളെ ഇവിടെ ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേവലം ഒരു മുസ്ലിം നാമധാരിയായിക്കൊണ്ട് ജീവിച്ചത് കൊണ്ട് യഥാർത്ഥത്തിൽ പരലോകത്ത് ഒരു രക്ഷയുമില്ല. നമ്മുടെ പേര് നാസറായി എന്നതുകൊണ്ടോ അബ്ദുറഹ്മാനായി എന്നതുകൊണ്ടോ അതുപോലെ ഫാത്തിമ ഉമ്മു കുൽസു എന്ന പേരുള്ളത് കൊണ്ടോ പടച്ച തമ്പുരാന്റെ കോടതിയിൽ നമുക്ക് സഹോദരങ്ങളെ പ്രത്യേകമായ ഒരു രക്ഷ ലഭിക്കുകയില്ല. ഏത് രൂപത്തിലല്ലാതെ അള്ളാഹുവിന്റെ ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴല്ലാതെ, അഥവാ അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞിട്ടുള്ള ഇസ്ലാമിലെ വിശ്വാസ കാര്യങ്ങൾ, കർമ്മകാര്യങ്ങൾ, ആചാരങ്ങൾ, ഇതൊന്നും നമ്മൾ ജീവിതത്തിൽ പാലിക്കുന്നില്ല, ഇതൊന്നും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും തന്നെ ഉൾക്കൊള്ളുന്നില്ല. എന്നാൽ കേവലം ഒരു മുസ്ലിമായിക്കൊണ്ട് ഞാൻ സ്വർഗത്തിലെത്തുമെന്ന് ആഗ്രഹിച്ച് നടക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ ഒരു രക്ഷയും നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മുസ്ലിങ്ങളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടത് അന്ത്യപ്രവാചകനായ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന അല്ലാഹു തആലയുടെ മതം അത് നമുക്ക് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ അതാ ലക്ഷത്തിൽ വരുന്ന മഹാന്മാരായ അവിടുത്തെ സ്വഹാബത്തിന്റെ മുമ്പിൽ വളരെ കൃത്യമായി കൊണ്ടതാ ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് കർമ്മത്തില് അറഫയിൽ വെച്ചുകൊണ്ടതാ റസൂൽ സംസാരിക്കുന്നു മഹാന്മാരായ സ്വഹാബത്തിനോട്, ലഅല്ലി ലഅൽഖാകും ബഅദ അമ്മി ഹാദാ, സ്വഹാബത്തെ അടുത്ത വർഷം നമ്മൾ തമ്മിൽ പരസ്പരം കണ്ടുകൊള്ളണമെന്നില്ല. മഹാന്മാരായ ചില സ്വഹാബികൾ ആ വാക്ക് കേട്ട് കരയുകയാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലെ അവസാനത്തെ ഹജ്ജാണിത്. ഇനി ഒരിക്കലും തന്നെ നാം ആ റസൂലിനെ ഈ അറഫയിൽ വെച്ച് കണ്ടുമുട്ടുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സിദ്ദീഖ് തങ്ങളെ പോലെയുള്ള പ്രഗത്ഭരായ സ്വഹാബത്ത് കരഞ്ഞ ഒരു സന്ദർഭമാണ് അറഫ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറയുന്നു, നിങ്ങളെ ഒരിക്കലും തന്നെ വഴിയാധാരമാക്കിയിട്ടല്ല ഞാൻ വിട്ടുപോകുന്നത്, തെരുവിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടല്ല ഞാൻ പോകുന്നത്, നിങ്ങളെ ഞാൻ കൈയൊഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും തരാതെയല്ല ഞാൻ പോകുന്നത്, മറിച്ച് ഞാനിതാ നിങ്ങളിൽ നിന്ന് യാത്രയാകുമ്പോ നിങ്ങൾക്ക് പരിശുദ്ധമായി ഇസ്ലാമിന്റെ ആധാരങ്ങൾ നിങ്ങളെ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചുകൊണ്ട് സഹോദരങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞത്, തറക്തു ഫീക്കും അംറൈനി, രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഏതാണ് ഈ രണ്ട് കാര്യം? ഈ രണ്ട് കാര്യം ഏതാണ്? അത് കിതാബുല്ലാഹി വസുന്നത്തി നബീ,
അല്ലാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന എന്റെ ചര്യയുമാണ് നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയും സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാമിന്റെ ആധാരം. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ചൂണ്ടുപലക. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ സിലബസ്. ഇതനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഇഹലോക ജീവിതത്തില് കൃത്യമായി നമ്മൾ ജീവിക്കേണ്ടത്. കാരണം എന്താണെന്നറിയുമോ? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗമാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്. അതുകൊണ്ട് തന്നെ മരണത്തോടുകൂടി ആരംഭിക്കുന്ന ഒരു മരണാനന്തര ജീവിതം നമ്മെ കാത്തിരിക്കുകയാണ്. ആ ജീവിതത്തിന്റെ പ്രത്യേകത എന്താണ്? വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ സഹോദരങ്ങളെ ആ അധ്യായത്തിലെ ആയത്തിലതാ പറയുകയാണ്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ മനുഷ്യരെ. ഏതാണ് ആ ദിവസം? തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുപോകുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. ഇഹലോകത്ത് നിന്ന് ഭാര്യയോട് വിട പറയുന്ന, മക്കളോട് വിട പറയുന്ന, മാതാപിതാക്കളോട് വിട പറയുന്ന, ബന്ധുജനങ്ങളോട് വിട പറയുന്ന, സമ്പത്തിനോട് വിട പറയുന്ന, എല്ലാത്തിനോടും വിട പറഞ്ഞുകൊണ്ട് എന്നേക്കുമായി പോകുന്ന യാത്രയുണ്ടല്ലോ. 75-ാം അധ്യായം സൂറത്ത് ഖിയാമ 30-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞില്ലേ, ഇലാ റബ്ബിക യൗമഇദിൽ മസാഖ്, എന്നേക്കുമായി റബ്ബിന്റെ സന്നിധിയിലേക്കുള്ള യാത്ര. അല്ലാഹ് പറയുന്നു, ആ യാത്രയെ നിങ്ങൾ സൂക്ഷിക്കണം മനുഷ്യരെ. കാരണം അവിടെ അല്ലാഹു തആല സംഘടിപ്പിക്കുന്ന സംവിധാനം എന്താണ്? സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. നിങ്ങൾ ഈ ദുനിയാവിൽ എന്താണോ പ്രവർത്തിച്ചിട്ടുള്ളത്, ആ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കൃത്യമായി നൽകുന്ന ലോകമാണ്. വഹും ലാ യുദ്ലമൂൻ. ഒരു തരിമ്പ് പോലും നിങ്ങളോട് അല്ലാഹു തആല അനീതി കാണിക്കുകയില്ല. ഖാലല്ലാഹു അസ്സ വജൽ, പ്രതാപശാലിയായ പടച്ച തമ്പുരാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന കർമ്മങ്ങൾ കൃത്യമായി പരലോകത്ത് വിചാരണ ചെയ്യും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എങ്ങനെയാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്, എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, എന്താണ് നമ്മൾ ആചരിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി കൊണ്ട് അല്ലാഹും അവന്റെ റസൂലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വഴിത്താരെ ധന്യമാക്കിക്കൊണ്ട് ജീവിതത്തെ നാം കൃത്യമായി ചുറ്റപ്പെടുത്തിയ ദിനേന 17 തവണ നിർബന്ധമാക്കപ്പെട്ട 5 നേരത്തെ നമസ്കാരത്തില് സഹോദരങ്ങളെ ചുരുങ്ങിയത് സൂറത്ത് ഫാത്തിഹയിലൂടെ നമ്മൾ അല്ലാഹു തആലയോട് ചോദിക്കുന്നില്ലേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നാഥാ നീ ഞങ്ങളെ നിന്റെ ചൊവ്വായ മാർഗത്തിൽ വഴി നടത്തണേ പടച്ച തമ്പുരാനെ. ഏതാണ് സഹോദരങ്ങളെ ചൊവ്വായ മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗമാണത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ആളുകളുടെ മാർഗത്തില് അല്ലാഹുവേ നീ ഞങ്ങളെ വഴി നടത്തണേ എന്ന് സഹോദരങ്ങളെ നമ്മൾ നമസ്കാരത്തിൽ കൈകെട്ടി ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് പടച്ച തമ്പുരാനോട് ചോദിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹ് തൃപ്തിപ്പെട്ടവരുടെ കൂടെ സ്വർഗത്തിലെത്തണോ, സിറാത്തുൽ മുസ്തഖീമിലൂടെ വഴി നടക്കണോ, അതിനെ കൃത്യമായി കൊണ്ട് ആ മാർഗം നമ്മൾ പുൽകേണ്ടതുണ്ട്. ഈ ഒരു മഹത്തായ ആദർശമാണ്, ഈ ഒരു മഹത്തായ സംരംഭമാണ് സഹോദരങ്ങളെ ഈ കൊച്ചു കേരളത്തില് മുസ്ലിം സമുദായത്തിന് മുമ്പിൽ മുജാഹിദുകൾ പറയുന്നത്. ഇത് ഭിന്നിപ്പിക്കലാണോ? ഇത് തമ്മിൽ അടിക്കലാണോ? ഇത് മുസ്ലിം സമൂഹത്തിലെ ബന്ധങ്ങളെ മുറിച്ചു കളയലാണോ? ഏത് ബുദ്ധിയുള്ളവനാണ്, മൂക്ക് കീഴ്പ്പെട്ടുള്ളവനാണ് പറയുക? ഇത് ഒരിക്കലും തന്നെ ഭിന്നതയല്ലല്ലോ, ഇതൊരിക്കലും തന്നെ തർക്കിക്കലല്ലോ, ഇതൊരിക്കലും തന്നെ കച്ചറ ഉണ്ടാക്കലല്ലോ. ഞാൻ ഈ പറഞ്ഞ മഹത്തായ പരലോക വിജയത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞത് വിശ്വസിക്കണം, സ്വീകരിക്കണമെന്ന് പറഞ്ഞ സഹോദരങ്ങളെ, അതൊരു മാലയിലെ മുത്തുകളെ പോലെ ഒന്നിപ്പിക്കുന്ന സന്ദേശമല്ലേ? ഒരു ബൊക്കയിലെ പുഷ്പങ്ങളെ പോലെ അടുപ്പിക്കുന്ന സന്ദേശമല്ലേ?
ഒരു കുലയിലെ മുന്തിരികളെ പോലെ അടുപ്പിച്ചു നിർത്തുന്ന ആഹ്വാനമല്ലേ ഇത്? ഏത് സന്മനസ്സുള്ളവനും സമ്മതിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ, ഈ ഖുർആനിലേക്കും റസൂലിന്റെ സുന്നത്തിലേക്കും മുൻഗാമികളായ മഹാന്മാരായ സ്വഹാബത്ത് നടന്നു നീങ്ങിയ പാതയിലൂടെ നമ്മൾ കടന്നു വരണം, അത് ഉൾക്കൊള്ളണമെന്ന് നമ്മൾ പറയുമ്പോ സഹോദരങ്ങളെ, ഇതിനെ ശക്തമായി എതിർക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അഥവാ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മറവില് ഇവിടെ യഥാർത്ഥത്തിൽ അഹ്ലുൽ ബിദ്അത്തി വൽ ഖുറാഫാത്തി വൽ ളലാലത്തി എന്ന അല്ലാഹുവും റസൂലും പഠിപ്പിക്കാത്ത അനവധി ശിർക്കൻ വിശ്വാസങ്ങളോ അതുപോലെ റസൂലുള്ള പഠിപ്പിക്കാത്ത പുത്തനാചാരങ്ങളോ ഇവിടെ സഹോദരങ്ങളെ നാട്ടുനടപ്പായി കൊണ്ടുവരുന്നത് പരമാവധി സംരക്ഷിച്ചുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്തുകൊണ്ട് പലതരം ഖുറാഫാത്തുകളും ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്ന ഒരു പറ്റം പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാർക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ആഹ്വാനം അല്ലെങ്കിൽ ഈ സന്ദേശം വെച്ചുകൊണ്ടുള്ള കേരളത്തിലെ കടന്നുവരവ് വമ്പിച്ച അസ്വസ്ഥതയുണ്ടാക്കി. കാരണം ഇത് കൃത്യമായി ജനങ്ങൾ ഉൾക്കൊണ്ടാൽ പിന്നെ ഇവിടെ പൗരോഹിത്യത്തിന് സ്ഥാനമില്ല. ഈ സമൂഹത്തിന് മുമ്പിൽ ഇവർ കെട്ടിവെച്ച അനാചാരങ്ങൾ ഈ പ്രമാണങ്ങളുടെ മുമ്പിൽ ഒലിച്ചു പോകും എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് സഹോദരങ്ങളെ നൗഷാദ് ഹസനി എന്ന് പറയുന്ന മുസ്ലിയാര് അഥവാ പാരമ്പര്യമായി ഇവിടെ കേരളക്കരയിൽ നിലനിന്നു വരുന്ന ഇവിടുത്തെ ഇന്ത്യൻ കോടതി കേരള കോടതി പോലും യഥാർത്ഥ സമസ്ത എന്ന് വിധിച്ച പാരമ്പര്യമായ ഈ കെ സമസ്ത ഇവിടെ ഉണ്ടായിരിക്കെ അതിന്റെ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് സമാന്തര സംവിധാനങ്ങൾ പുറത്തുണ്ടാക്കിക്കൊണ്ട് സഹോദരങ്ങളെ പിളർന്നു പോയ ആളുകളാണ് ആര്? യഥാർത്ഥത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ഞാൻ വിമർശിക്കുകയല്ല, ഞാൻ ഒരിക്കലും തന്നെ ആക്ഷേപിക്കാൻ പറയുകയല്ല. ആ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കീഴിൽ കേരളത്തിൽ ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന നൗഷാദ് ഹസനി എന്നല്ല ഒരുവിധം എല്ലാ സഖാഫികളുമൊക്കെ സത്യത്തിൽ ഇവിടെ പാരമ്പര്യ സമസ്തയെ പിളർത്തിക്കൊണ്ട് പുറത്തുപോയവരാണ്. എന്നാൽ അവർ വന്നിട്ട് നമ്മളോട് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി പറയുന്നത് എന്താണെന്നറിയുമോ? ഇവിടെ മുസ്ലിം സമുദായം ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവരെ ഭിന്നിപ്പിച്ചുകൊണ്ട് പുത്തൻവാദികളായ മുജാഹിദുകൾ കടന്നു വന്നു. അത് വലിയൊരു ആരോപണമാണ്, നുണയാണ്. എന്നിട്ട് എന്തു പറഞ്ഞു? അങ്ങനെ കടന്നു വന്നപ്പോൾ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഈ പുത്തൻവാദികൾക്കെതിരെ ഇവർ മുന്നോട്ട് വെക്കുന്ന അള്ളാഹുവിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തും അതുപോലെ മുൻഗാമികളായ സ്വഹാബത്തിന്റെ മാർഗവുമാണ്. അല്ലാതെ അബ്ദുൽ വഹാബിന്റെ കിതാബല്ല. ഇബ്നു തൈമിയ മുന്നോട്ട് വെച്ചത് നിങ്ങൾ തൊണ്ട തടാതെ വിഴുങ്ങണമെന്നല്ല. കെ എം മൗലവിയുടെ പുസ്തകമാണ്. മുജാഹിദുകളെ, സമസ്തക്കാരെ, നിങ്ങൾ ദീനായി പഠിക്കേണ്ടത് ഇതാണ് ഞങ്ങളുടെ ആദർശമെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. അള്ളാഹിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തും അതിനെ മനസ്സിലാക്കിയ സ്വഹാബത്തിന്റെ മാർഗവുമെന്നാണ്. ഈ മാർഗത്തെ പ്രതിരോധിക്കാൻ സഹോദരങ്ങളെ മുസ്ലിയാക്കന്മാരുണ്ടാക്കിയ ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് നൗഷാദ് ഹസനി തന്നെ കൃത്യമായി പറയുന്ന ഭാഗം നിങ്ങൾ ആമുഖമായി ഒന്ന് കേൾക്കുക. 921 വരെ ഈ കേരളത്തിൽ ഒറ്റ പുത്തൻ പ്രസ്ഥാനമില്ല, മുജാഹിദുള്ള ജമാഅത്തുള്ള ഒരു സംഗതിയില്ല. 921 ശേഷം അതാ വരുന്നു ഐക്യസംഘം. എല്ലാരും ഐക്യത്തെയാകുമ്പോ പിന്നീട് ഐക്യസംഘം ആവശ്യമുണ്ടോ? അപ്പൊ പേര് ഐക്യസംഘമായിരുന്നെങ്കിലും ഉദ്ദേശം അനൈക്യമായിരുന്നു. അങ്ങനെയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത സംഘടന എന്ന പേരിൽ പുത്തൻവാദികൾ ഇവരെ പാർട്ടി ഉണ്ടാക്കുന്നത്. അന്നത്തെ വലിയ സയ്യിദും ആലിമുമായിരുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, മഹാന്മാരായ പണ്ഡിതന്മാരോട് പറഞ്ഞു, ഇനി നമ്മൾ ഉറങ്ങിക്കൂടാ, ഇനി നമ്മൾ രംഗത്തിറങ്ങണം. പുത്തൻവാദികൾ സംഘടിച്ചു പോയി. ആദർശ രംഗത്ത് നമുക്ക് ഇന്ത്യ രാജ്യത്തിന്റെ നിയമ ഭരണഘടനയിൽ നിന്നുകൊണ്ടുള്ള ആദർശ രംഗത്തെ പോരാട്ടം നടത്താമെന്ന് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആഹ്വാനം ചെയ്തപ്പോൾ വിദേഹത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. വിദേഹത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ കേരളത്തിൽ 920 വരെ അല്ലെങ്കിൽ 921 വരെ
എന്തില്ല? സമസ്തയില്ല, മുജാഹിദ് പ്രസ്ഥാനമില്ല, ജമാഅത്തെ ഇസ്ലാമി ഇല്ല, അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്തില്ല, ഒരു പ്രസ്ഥാനവുമില്ല, ഒരു പ്രസ്ഥാനവുമില്ല. ആ പ്രസ്ഥാനം ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനകത്ത് ഒരു അനൈക്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. അത് ഈ കേരളത്തിന്റെ ചരിത്രം നിഷ്പക്ഷമായി പഠിക്കുന്ന ഒരു വ്യക്തിയും പറയൂല. ചരിത്രത്തെ വളച്ചൊടിക്കുന്ന, തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മൂടി വെക്കുന്നവർ ഒരുപക്ഷെ പറയുമെന്നല്ലാതെ ബുദ്ധിയും തന്റെ ഇടവും ദീർഘവീക്ഷണവും പക്വതയും പഠനവും നടത്തുന്ന ഒരു വ്യക്തികളും പറയൂല. കാരണം എന്താ? 19ാം നൂറ്റാണ്ടിലെ മലബാർ മുസ്ലിമീങ്ങളുടെ ചരിത്രം സഹോദരങ്ങളെ വളരെ കൃത്യമായി കൊണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുല്ല, മംഗുറം തങ്ങൾ റഹ്മഹുല്ല, അവരെല്ലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തില് സഹോദരങ്ങളെ ഇവിടെ കൊണ്ടോട്ടി തങ്ങന്മാര് കടന്നു വന്നപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ പൊന്നാനിക്കയ്യ്, കൊണ്ടോട്ടിക്കയ്യ് എന്ന് പറഞ്ഞ 2 ചേരി ഉണ്ടായിരുന്നില്ലേ? പ്രായമുള്ളവരോടൊന്ന് ചോദിച്ചു നോക്ക്. കൊണ്ടോട്ടി തങ്ങള് സഹോദരങ്ങളെ ഇവിടെ കേരളത്തിലേക്ക് വിദേശ രാഷ്ട്രത്തിന് കടന്നു വരികയും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ആ ത്വരീഖത്ത് പിഴച്ച ത്വരീഖത്താണെന്നും അദ്ദേഹത്തിന്റെ മുരീദന്മാരായാൽ യഥാർത്ഥത്തിൽ നരകത്തിൽ പോകുമെന്നും പൊന്നാനിക്കയ്യാകുന്ന സൈനുദ്ദീൻ മഖ്ദൂം അടങ്ങുന്ന വിഭാഗം ഫത്വ പുറപ്പെടുവിച്ചു. കാരണം എന്താ? കൊണ്ടോട്ടി ശൈഖിന്റെ മുമ്പില് സുജൂദ് ചെയ്യണം. സൃഷ്ടികൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കുഫറാണ്, ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാനിക്കൈകാര് പാടിയെന്ന് മുഹമ്മദ് ഷാ വലിയല്ല മുരീദന്മാർ കഥാബുണ്ട്. മുഹമ്മദ് ഷാ വലിയല്ല, കള്ളനാണ്. മൂപ്പന്റെ മുരീദായാൽ അദാബ് ഉറപ്പാണ്. അപ്പൊ കൊണ്ടോട്ടിക്കയ്യ് തിരിച്ചു പാടിയെന്ത്? മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർക്ക് അദാബില്ല. മുഹമ്മദ് ഷാ അള്ളാന്റെ വലിയ തന്നെയാണ്. പൊന്നാനിക്കയ്യുകാര് പറയുന്ന പോലെയല്ല. അതുകൊണ്ട് അംഗമായിക്കോളൂ, ഒരിക്കലും നരകശിക്ഷയില്ല. 2 കൂട്ടരും കൊമ്പ് കോർത്തു. കല്യാണ വീടുകളിലും പള്ളികളിലും കോടതി വരെ കേസുകളെത്തി അല്ലേ? കുഫറിന്റെ ഫത്വകൾ ഇറക്കി. എന്തെല്ലാം തർക്കങ്ങൾ ഈ കേരളത്തിലുണ്ടായി. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു പ്രസ്ഥാനവുമില്ലാതെ മുസ്ലിം സമുദായത്തിൽ കക്ഷിവഴക്കുകളും ത്വരീഖത്തിന്റെ വേലിയേറ്റങ്ങൾ കൊണ്ടുള്ള അനവധി ചേരിത്തിരിവുകളും വിശ്വാസരംഗത്തെ അനവധി ജീർണതകളും ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് സഹോദരങ്ങള് വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകരി ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിന്റെ 102 മുതലുള്ള ആയത്തുകൾ ഇങ്ങോട്ട് ഓതിപ്പോന്നു. അവിടെ അല്ലാഹ് പറയുന്നു അതസിമു ബിഹബ്ലില്ലാഹി ജമീആ വലാ തഫറഖൂ. മുസ്ലിം സമുദായത്തോട് അല്ലാഹ് പറയുന്നു, നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണേ. അങ്ങനെ ഒരു കയറിൽ അംഗമാകാൻ, ഭിന്നിപ്പുകൾ പരിഹരിക്കാൻ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താ? നിങ്ങളിൽ നിന്ന് നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു സംഘം ഇവിടെ ഉണ്ടാകട്ടെ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ ഖുർആനിന്റെ പിൻബലത്തിൽ, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്വാത്വികന്മാർ സഹോദരങ്ങളെ ഇന്ത്യ നിയമപ്രകാരം ഇവിടെ ഭരണത്തിന് പ്രബോധനം നിർവഹിക്കുവാൻ വളരെ കൃത്യമായ ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ പിൻബലത്തിൽ 1924 കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്ന വൽ ജമാഅ സംഘം എന്ന പേരിൽ ആദ്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സംഘടന ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അന്ന് വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹിലെ, പിന്നെ വെല്ലൂർ ബാഖിയാത്തിലെ പ്രിൻസിപ്പാൾ സഹോദരങ്ങളെ കൃത്യമായി ആ സദസ്സിൽ അംഗമാവുകയും ആ സംഘത്തിന് വേണ്ടി ദുആ ചെയ്യുകയും അതിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. എന്നാൽ പിന്നീട് 2 കൊല്ലത്തിനകത്ത് ഈ മഹത്തായ ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ഈ പണ്ഡിത സംഘടനയെ തുരങ്കം വെച്ച് അതിൽ നിന്ന് 926 സമസ്ത എന്ന തലക്കെട്ട് ചേർത്തുകൊണ്ട് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ എന്ത് ചെയ്തു? ഒരു പണ്ഡിത സംഘടന രൂപീകരിച്ചു. എന്തിനാണത് രൂപീകരിച്ചത്? പുത്തൻവാദികളെ പ്രതിരോധിക്കാൻ. അപ്പൊ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം നിലനിർത്താനും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനല്ല, അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ടൊരു സംഘമുണ്ട്, ആ സംഘത്തെ പ്രതിരോധിക്കാൻ. അപ്പൊ എന്തിനാ യഥാർത്ഥത്തിൽ പണ്ഡിത സംഘടന ഉണ്ടാക്കിയത്?
എന്തിനാ ഉണ്ടാക്കിയത്? സമൂഹത്തിൽ നടന്നു വരുന്ന അനാചാരങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ശരി, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിമർശിക്കുന്നില്ല. പാരമ്പര്യമായി സഹോദരങ്ങളെ ഇവിടെ മുസ്ലിം സമുദായത്തിൽ സംഘടനകളില്ലാത്ത കാലത്ത് നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു സംഘം മുജാഹിദുകൾ ഉണ്ടാക്കി. അപ്പുറത്ത് സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഒരു സംഘം രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ആ മഹത്ത പിന്നെ ഇവരുടെ വാദപ്രകാരം ആ പാരമ്പര്യമായ സമസ്ത എന്ന് പറയുന്ന പണ്ഡിത സംഘടന അല്ലെങ്കിൽ ആ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനകത്ത് നിന്ന് പുറത്തുപോയി സമാന്തരമായൊരു സംഘടന വേറെ ഉണ്ടാക്കി ഈ പാരമ്പര്യ സമസ്തയെ ഭിന്നിപ്പിച്ചവരല്ലേ യഥാർത്ഥത്തിൽ ഭിന്നിപ്പുകാർ? മുജാഹിദുകൾ ഭിന്നിപ്പുകാരല്ല എന്ന് സംഘടന രൂപീകരിച്ച ഡേറ്റ് നോക്കിയാൽ തന്നെ അറിയാം. കാരണം ഈ 1924 നിലവിലുള്ള പണ്ഡിത സംഘടന ഭിന്നിച്ചുകൊണ്ടാണ് ഇവര് പോയത്. ഇനി മുജാഹിദുകൾ യഥാർത്ഥത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനല്ല പള്ളി ഉണ്ടാക്കിയത്, മദ്രസ ഉണ്ടാക്കുന്നത്, മറിച്ച് ഭിന്നിപ്പും കുഴപ്പം ഒഴിവാക്കാനാണ്. കാരണം എന്താ? ഇന്ന് സമസ്തയിലെ പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല ആചാരങ്ങളും ഖുർആനിനും സുന്നത്തിനും മുൻഗാമികളായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ മനസ്സിലാക്കിയതിനും എതിരാണ് എന്ന് കൃത്യമായി വിശ്വസിക്കുന്നവരാണ്. അതിൽ നിന്ന് വിയോജിക്കുന്നവരാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് എല്ലാ സമസ്തയിലെ സഹോദരങ്ങൾക്കും അറിയാം. അപ്പൊ നമ്മൾ സഹോദരങ്ങളെ അവിടെ നമ്മൾ പറയുന്ന സിലബസ് അനുസരിച്ച് മദ്രസ പഠിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാക്കും എന്ന് പറഞ്ഞ് 4 മുജാഹിദുകൾ കച്ചറുണ്ടാക്കി അടിയല്ല ഉണ്ടാകുക. ഇവിടെ കൂട്ടുപ്രാർത്ഥന പറ്റൂല, സുബീഖ് മാത്രമുള്ള കുനൂത്ത് പറ്റൂല, ബദരീങ്ങൾ ആണ്ട് പറ്റൂല, ഖുതുബിയത്ത് പറ്റൂല എന്ന് പറഞ്ഞൊരു മഹലിലെ 4 മുജാഹിദുകൾ പള്ളിയിൽ കച്ചറുണ്ടാക്കിയാൽ അവിടെ യഥാർത്ഥത്തിൽ അവിടെയാണ് പ്രശ്നം ഉണ്ടാകുക. അപ്പൊ എന്ത് ചെയ്തു? അതിന്റെ ആവശ്യമില്ല. കൃത്യമായി അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ ഒരു പള്ളി നമ്മൾ ആഗ്രഹിച്ചാൽ, അങ്ങനെ കുട്ടികൾക്ക് ദീൻ പഠിക്കാൻ ഒരു മദ്രസ നമ്മൾ ഉണ്ടാക്കിയാൽ സത്യത്തിൽ ഭിന്നിപ്പ് ഒഴിവാകലാണ്. പക്ഷെ ഇവിടെ സമൂഹത്തില് മുജാഹിദ് പ്രസ്ഥാനമാണ് ഭിന്നിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നവരാരാണ്? യഥാർത്ഥത്തിൽ ഇവിടെ പാരമ്പര്യ സമസ്തയെ പിളർത്തിക്കൊണ്ട് സമാന്തര സമസ്ത ഉണ്ടാക്കിയ ആളുകൾ. അവരോട് നമുക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങൾ കരക്ക് വെള്ളത്തിൽ മീൻ പിടിച്ചതാണ്. സത്യത്തിൽ നിങ്ങളാണ് സമൂഹത്തിൽ 6ാം പേരിൽ. എന്താ? ഇവിടെ പാരമ്പര്യ സമസ്തയുണ്ട്, ആ സമസ്തക്ക് മദ്രസയുണ്ട്, ആ സമസ്തക്ക് സിലബസ് ഉണ്ട്, ആ സമസ്ത പള്ളിയിൽ നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് എതിരുണ്ടോ? മുജാഹിദുകളുമായി മുജാഹിദുകൾക്ക് എതിരുണ്ട് എന്ന് ഞങ്ങൾ തുറന്നു പറയാം. എന്നാൽ AP സുന്നി വിഭാഗത്തിലെ ഈ പണ്ഡിതന്മാർക്ക് EK വിഭാഗത്തിൽ നടക്കുന്ന പള്ളിയിലെ ഏതെങ്കിലും ആചാരവുമായി വിയോജിപ്പുണ്ടോ? ഇല്ല. എന്നാ പിന്നെ എന്തിനാ ഞങ്ങൾ വേറെ പള്ളി ഉണ്ടാക്കി? സമസ്തയിലെ പാരമ്പര്യ പള്ളി നിലനിൽക്കുക എന്തിനാണ് അപ്പുറത്ത് പള്ളി ഇപ്പുറത്ത് പള്ളി? എന്തിനാണ് മദ്രസ? ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ആരാ? യഥാർത്ഥത്തിൽ വിഘടിത സമസ്തയിലെ മുസ്ലിയാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭിന്നിപ്പുകാർ ഞങ്ങളാണെന്ന് പറഞ്ഞ് നമുക്ക് നേരെ ഇവിടെ കാന്തപുര വിഭാഗത്തിലെ നൗഷാദ് മുസ്ലിയാർ ഒരു മുദ്രകുത്തൽ നടത്തിയത് കൊണ്ട് സ്വന്തം കാലിലാണ് മന്ത് എന്ന് മനസ്സിലാക്കാൻ സമസ്തയിലെ കാരണവർ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ കൃത്യമായി വിശദീകരിക്കട്ടെ ഈ ഉമ്മത്തിലെ ഭിന്നിപ്പുകാർ ആരാണ് എന്ന്. ഞാൻ പറയണ്ട, കേട്ടോളൂ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് കേടായി പാർട്ടി അവർക്ക് മുസ്ലിം സമൂഹത്തിനെ ഭിന്നിപ്പിക്കലല്ലാത്ത ഒരു പണിയില്ല. ഗൾഫ് നാടുകളിൽ പോയി അവിടെയുള്ള അറബികൾ ഇവിടുത്തെ വർത്താനവും ഇവിടെ ഉസ്താദന്മാർ പുറത്താക്കിയ കൂട്ടരാണ് ഇവരെന്ന് ഓലറിയില്ലോ. അപ്പം അവിടൊക്കെ പോയിട്ട് വലിയ വലിയ അറബികളിൽ നിന്ന് പണം വാങ്ങി പള്ളിയെടുക്കാൻ, അവരൊക്കെ മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ, അത് പ്രകാരം മുസ്ലിമീങ്ങൾക്ക് പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ പള്ളിയെടുത്ത് കൊടുക്കാൻ അല്ലാഹുവിന്റെ വജീനെ വെച്ച് വിചാരിച്ചു കൊടുക്കണം. അതൊക്കെ പാടെ വാങ്ങി ഒരാവശ്യമില്ലാത്ത മുസ്ലിമീങ്ങൾ ഇവിടെ കെട്ടിപ്പടുത്ത ഓരോ മഹല്ലത്തിൻ്റെയും പള്ളിയും മഖ്ബറ ഉള്ളതിന്റെ നേരെ മുമ്പിൽ പള്ളി. ഇങ്ങനെ മഹല്ലത്തുകളിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കി തീർത്തതിൽ വലിയൊരു പങ്ക് വഹിച്ചവരവരവർ. ആവശ്യമില്ലാത്ത സ്ഥലത്ത് പള്ളി അയിട്ടാണെങ്കിൽ കൊടുക്കുന്നത് ആവശ്യമുള്ള കൊടുത്താണ്. എന്നിട്ടൊരു പേരും AP പള്ളി, അറബി പള്ളിയാണത്. ഇയാളത് വാങ്ങിക്കൊടുന്നതിൻ്റെ കമ്മീഷനും വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. പേര് അറബി പള്ളി. സാധാരണ പേര് പറഞ്ഞതിന് 10 ബന്ധം മതിയല്ലോ. നമ്മളിപ്പോൾ വൈക്ക് പോകുമ്പോൾ ഒരു കൊട വായ്പ വാങ്ങുകയാണെങ്കിൽ എൻ്റെ കുട എടുത്താളിന്ന് പറയും. കാര്യം എൻ്റെ കുട അല്ല, എന്നാലും ശരി, അങ്ങനെ പറച്ചിലങ്ങനെ തന്നെ.
ഓൻ്റെ കൊടാന്ന് പറയും. എന്നമാതിരി ഇയാളുമായിട്ട് ബന്ധമുണ്ടായതുകൊണ്ട് ഏപ്പിൻ്റെ പള്ളിയാന്ന് പറയും. പക്ഷെ ആ മിക്കവാറുള്ള പള്ളികളും ആവശ്യമില്ലാത്ത സ്ഥലത്ത് മുസ്ലിമീങ്ങൾക്കുള്ള മഹല്ലത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ആണതൊക്കെ ശ്രമിച്ചത്. അത് പ്രകാരം തന്നെ ഇവിടെ മദ്രസ നടത്തുന്ന പല കക്ഷിയുണ്ട്. ദക്ഷിണക്കാരുണ്ട്, അത് പ്രകാരം തന്നെ സംസ്ഥാനക്കാരുണ്ട്. വലിയ അലമ്പൊന്നുമില്ല. അങ്ങനെ ഓല മദ്രസയിൽ ഓലും നടക്കണ്, നമ്മളെ മദ്രസയിൽ നമ്മളും നടക്കണ്. ഇവർ മദ്രസ പിടിച്ചാനായിട്ട് അങ്ങനെ കുഴപ്പം പിത്തനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരിയൊക്കലും കണ്ടില്ലേ? അപ്പൊ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇവിടെ സമൂഹത്തിൽ 6ാം വരൽ ആരാണെന്ന് പാരമ്പര്യ സമസ്ത, യഥാർത്ഥ സമസ്ത, കോടതി വിധിച്ച സമസ്ത കൃത്യമായി അതാ നമ്മുടെ മുമ്പിൽ അറിയിച്ചു തരികയാണ്. ഇത് ഞാൻ ഇടാനും ഇവിടെ ഇങ്ങനെ വിശദീകരിക്കാനും ആഗ്രഹിച്ചതല്ല, നമ്മുടെ വിഷയം അതല്ല. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ നൗഷാദ് ഹസനി വന്നുകൊണ്ട് ഒരു കപടതയുടെ കുപ്പായമിട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആരോപണം പറഞ്ഞു. ഇ.കെ. ഉസ്താദിനെയും കണ്ണിയത്ത് ഉസ്താദിനെയും അതുപോലെ തന്നെ മമ്പ്രന്തങ്ങളെയും ഒക്കെ മുശ്രിക്കും കാഫിറുമാക്കുന്നവരാണിവര്. പാരമ്പര്യമായി നമ്മളെ മുഴുവനും മുശ്രിക്കാക്കുന്നവരാണിവര്. നമ്മുടെ കുടുംബത്തിൽ മുഴുവനും ഭിന്നിപ്പുണ്ടാക്കുന്നവരാണിവര്. നമ്മുടെ ആലിമീങ്ങളെ മുഴുവനും അപഹസിക്കുന്നവരാണിവര്. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സിയാബ് തങ്ങൾക്ക് വേണ്ടി പ്രത്യേക ദുആ, അങ്ങനെ സ്നേഹം വാരി ഒലിച്ച് വായിലൂടെ ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോ സത്യത്തിൽ സഹോദരങ്ങളെ ഇതൊരു കാപട്യമാണ്. നമ്മളിവിടെ ആദർശപരമായി മുജാഹിദ് പ്രസ്ഥാനം സമസ്തയുമായി വ്യത്യാസമുണ്ട്, അത് തുറന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ കാര്യം കൃത്യമായി തന്നെ മുജാഹിദുകളെ പോലെ സമസ്തക്കാർക്കും അറിയാം. പക്ഷേ ഇവിടെ പാരമ്പര്യ സമസ്ത നിലനിൽക്കുമ്പോൾ ഈ നേതാക്കന്മാർക്ക് നേരെ ശക്തമായി കേസും കൂട്ടവുമായി ഒക്കെ കടന്നു വന്ന് ഈ പാരമ്പര്യ സമസ്തയെ സമൂഹ മധ്യത്തിൽ അതിന്റെ നേതാക്കന്മാരെ അപഹസിക്കുന്നവർ ഈ രൂപത്തിലുള്ള ഒരു കുപ്പായമിടുമ്പോ, നല്ല വെള്ള ചമയുമ്പോ അത് നമുക്ക് ഒരിക്കലും തന്നെ ഉൾക്കൊള്ളാൻ കഴിയൂല. അതുകൊണ്ട് ആ കാര്യം ഒന്ന് വ്യക്തമാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് ഇറങ്ങും. അതിന് ഒന്നുകൂടെ കൃത്യമാകാൻ, ഇവിടെ ആരാണ് നേതൃത്വത്തെ പരിഹസിക്കുന്നവർ, ഇവിടെ ആരാണ് മോശമായ പരാമർശങ്ങൾ നേതാക്കന്മാർക്കെതിരെ ചൊരിയുന്നവരെന്ന് ഞാൻ പറയണ്ട. മുജീബ് വൈസി പൂലൂട് എന്ന് പറയുന്ന സമസ്തയിലെ SKSSF-ലെ പ്രഗത്ഭ പ്രാസംഗികൻ കൃത്യമായി കൊണ്ട് വിശദീകരിക്കുന്ന ഒരു ഭാഗം കൂടെ നിങ്ങൾ കേട്ടോളൂ. എന്നിട്ട് നമുക്ക് വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരാം. കൃത്യമായി കേട്ടോളൂ. കാളമ്പാടി ഉസ്താദ്, ബഹുമാനപ്പെട്ട സമസ്തയുടെ മഹാരഥന്മാരായ ഉസ്താദുമാർ, അവർ കാണിച്ചു കൊണ്ടിരിക്കുന്ന പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് മാറിയിട്ട് ഒരു പുതിയ ചിന്തകളിലേക്ക് സമൂഹത്തെ ക്ഷണിച്ചു കൊണ്ടുപോയി. അവർ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ കുറിച്ചുകൊണ്ട് ആക്ഷേപഹാസ്യങ്ങൾ നടത്തി. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കർമ്മധീരനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദിനെ 1-ാം പ്രതിയും ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയെ 2-ാം പ്രതിയുമായി കേസ് കൊടുത്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴടകമായ ഇന്ന് 9,000-ഓളം വരുന്ന 8,777ഓളം മദ്രസകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങൾ കട്ടടിച്ചു. സമസ്തയുടെ പുസ്തകങ്ങൾ വ്യാജ പുസ്തകങ്ങളായിക്കൊണ്ട് കട്ടടിച്ചപ്പോ ശിവകാശിയിൽ നിന്നുകൊണ്ട് അത് പിടിച്ചെടുത്തു. അതിന്റെ പത്രവാർത്തയാണിത്. അവസാനം മുഖം കെട്ടുകൊണ്ട് ചീഞ്ഞു നാറിക്കൊണ്ട് മടങ്ങിപ്പോവേണ്ട മാളത്തിൽ ഒളിക്കേണ്ട സാഹചര്യമുണ്ടായി. പിന്നെയും ഒരുപാട് കേസുകൾ നടന്നിട്ടുണ്ട്. ഇവർ ചെയ്തു വെച്ചതെന്താ? പണ്ഡിത നേതൃത്വത്തെ പരിപൂർണമായി കൊണ്ടും അവമതിക്കുകയാണ്. ഈ സമുദായത്തെ ഇത്തരത്തിലുള്ള ശ്രേണിയിലേക്ക് കൊണ്ടുപോയത്. ഇന്ന് മഹല്ലത്തുകളിൽ ജീർണത പടർന്നുകൊണ്ടിരിക്കുമ്പോ മഹല്ല് നേതൃത്വത്തിന് ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയതിന്റെ, മുസ്ലിം മഹല്ലത്തുകളെ സുന്നി മഹല്ലത്തുകളെ ഭിന്നിപ്പിച്ചതിന്റെ മുഖ്യമായ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ കാന്തപുരം ഗ്രൂപ്പ് ഒരിക്കലും തന്നെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളത് ചരിത്രമാകുന്ന ഒരു വസ്തുതയാണ്. നിങ്ങൾ അടുത്തതായി കൊണ്ട് കാണാൻ പോകുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചുകൊണ്ട് ആക്ഷേപഹാസ്യങ്ങൾ ചൊരിഞ്ഞതാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചുകൊണ്ട് ആക്ഷേപഹാസ്യങ്ങൾ ചൊരിഞ്ഞതാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായിയായിക്കൊണ്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചുകൊണ്ട് മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായി എന്നാണ് ഇവിടെ പരിചയപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഒന്ന് വസ്തുത മനസ്സിലാക്കുക. ഇത് സുന്നി വേദി പത്രമാണ്. സുന്നി വേദി പത്രത്തിന്റെ പിതൃത്വത്തിൽ നിന്നുകൊണ്ട് ഇവർ ഒഴിഞ്ഞു മാറാൻ സാധ്യതയില്ല. ആരെങ്കിലും അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധമില്ല എന്ന് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ തെളിവുകൾ നിരത്താം.
എഴുതാൻ ഞങ്ങൾക്ക് സമയമില്ല. കാരണം ഞങ്ങൾക്ക് ആദർശം തന്നെ പറയാനുണ്ട്. കോപ്പിരാട്ടി കാണിച്ചുകൊണ്ട് സമയം കളയേണ്ട ആവശ്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കോ SKSSFിനോ നാളിതുവരെയായിട്ടുണ്ടായിട്ടില്ല. വസ്തുതകൾ മാത്രം തുറന്നു പറയുകയാണ്. സ്ക്രീനിൽ കാണുന്ന ചില സംഗതികൾ മാത്രം വായിച്ചെടുക്കുകയാണ്. മുമ്പ് അസ്സറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിസ്രി പെണ്ണിനെ പ്രേമിച്ച് പഠിപ്പ് പൂർത്തിയാക്കാതെ പൂക്കോയ തങ്ങളുടെ നിർദ്ദേശപ്രകാരം പാണക്കാട് മുഹമ്മദ് ആജി കൂട്ടിക്കൊണ്ടുവന്ന ഈ ചെത്ത് പയ്യനെ ഇന്ന് ലീഗ് നേതാക്കൾ ആത്മീയ നേതാവായും നബിയായും ചിത്രീകരിച്ച് സമുദായത്തെ വഞ്ചിക്കാൻ നോക്കുന്നത്. മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പാണക്കാടൻ കള്ള നബി മാത്രമാണ്. മുസൈലിമത്തുൽ കസ്സാബിന്റെ അനുയായിയാണ് അദ്ദേഹം. ആര്? ബഹുമാനപ്പെട്ട കൊടപ്പനക്കൽ തറവാട്ടിലെ മുസ്ലിം കേരളത്തിന്റെ മുടിചൂടാ മന്നൻ, ഹൃദയത്തിന്റെ അകത്തളത്തിലെ കിരീടം വെക്കാത്ത സുൽത്താൻ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചുകൊണ്ട് അദ്ദേഹം മുസൈലിമത്തുൽ കസ്സാബിന്റെ അനുയായിയാണ് എന്നാണ്. ഇതെന്തിനായിരുന്നു? ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ കുറിച്ചുകൊണ്ട് ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിച്ചത്? ജനപിന്തുണ വേണം. ജനപിന്തുണ കരസ്ഥമാക്കണമെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിലേക്ക് കടന്നു പോകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനൊന്നും കഴിയാതെ ഒരുപാട് ബീഭത്സകമാകുന്ന സാഹചര്യങ്ങളിലേക്ക് കേരളത്തിന്റെ മക്കളെ കൊണ്ടുപോയി പാണക്കാട്ടേക്കും ഒരു ഇറച്ചിപ്പൊതി എന്നുള്ള പേരിൽ സുന്നി ബഹുമാനപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ വേദനിപ്പിക്കുവാൻ സുന്നി വേദിയിൽ ഇവർ അച്ചുകൾ നിരത്തി പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നടക്കുന്നത് വ്യഭിചാരമാണ് എന്നാണ്, ഇറച്ചി കച്ചവടമാണ് എന്നാണ്, ശരീര വിൽപ്പനയാണ് എന്നാണ് കാന്തപുരത്തിന്റെ ആശീർവാദത്തോടുകൂടി പുറത്തിറക്കിയ പത്രത്തിൽ ഇവർ പറഞ്ഞിട്ടുള്ളത്. ആസ്വദിക്കാൻ തന്നെ ഇറച്ചി വേണമെങ്കിൽ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല എന്ന് പറയുന്നു. ആസ്വദിക്കാൻ തന്നെ ഇറച്ചി വേണമെങ്കിൽ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല. ഒരുപാട് വായിക്കാനുണ്ട്. എഴുതാൻ അവർക്ക് ലജ്ജയില്ലെങ്കിലും നമുക്ക് ലജ്ജയുള്ളത് കൊണ്ട് നമ്മൾ ആ ഭാഗം വിടുകയാണ്. കേട്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ കലക്ക് വെള്ളത്തിൽ ഒരു മീൻ പിടിക്കുക അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇത് ഒരു കപട നാടകമാണ് എന്ന് നമ്മൾ കൃത്യമായി പറയാനും തെളിവുകൾ കാണിക്കാനും നിർബന്ധിതമായത്. അപ്പൊ ഇവിടെ നമ്മൾ ശിർക്ക് എന്താണ്, കുഫർ എന്താണ്, ഹറാം എന്താണ്, ബിദ്അത്ത് എന്താണ്, സുന്നത്ത് എന്താണ്, തൗഹീദ് എന്താണ്, ഇത് ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക എന്നതല്ലാതെ ഇന്നാള് കാഫിർ ഇന്നാള് മുശ്രിക്ക് എന്ന് പറയാൻ നമ്മൾ ആരുമല്ല. അങ്ങനെ പറയുന്ന പാരമ്പര്യം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് മുദ്രകുത്തുന്നവരുടെ തനി സംസ്കാരം യഥാർത്ഥ സമസ്ത എന്ന് കോടതി വിധിച്ച പാരമ്പര്യ സമസ്തയിലെ പണ്ഡിത കേസരികളാണ് നിങ്ങളുടെ മുമ്പിൽ നിരത്തുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, യഥാർത്ഥത്തിൽ ഇത് ഒരു ആസൂത്രണമാണ്, കൃത്യമായ ഒരു ചതിയാണ്. കാരണം എന്താ? പാരമ്പര്യമായി നിലനിൽക്കുന്ന EK മഹല്ലുകളിൽ കടന്നുകൂടാനും സ്വാധീനമുണ്ടാകാനുമുള്ള ഒരു കുടില തന്ത്രം. അത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. അതിന് അവര് ചട്ടുകമായി ചൂണ്ടല്ലി ഇരയായിടുന്ന എന്താ? മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ള വിരോധം. നമ്മളോടുള്ള വിരോധത്തിന് കൃത്യമായി ഒറ്റക്ക് ഗണന നടത്താനും സമ്പാദന നടത്താനും തയ്യാറുള്ള ആൾക്കാരല്ലേ വര്. പിന്നെന്താ പാരമ്പര്യമായി സമസ്തക്കാരിലോടത്ത് നമുക്ക് പുത്തമ്പാതികൾ ഒറ്റപ്പെടുത്തണമെങ്കിൽ നിങ്ങളും വേണം എന്ന് പറഞ്ഞൊരു കൂട്ടിപ്പിടുത്തെന്തിനാ? അവര് വേറെ പറയട്ടെ, സംസാരിക്കട്ടെ, ഗണന നടത്തട്ടെ. പക്ഷേ ഇത് ഒരുമിപ്പിക്കുന്നതിനകത്ത് യഥാർത്ഥത്തിൽ വേറെ താല്പര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയ നേതാക്കന്മാരാണ് EK വിഭാഗത്തിലെ നേതാക്കന്മാർ. അതുകൊണ്ടാണ് അവരെ കൊണ്ട് സംസാരിപ്പിച്ചത്. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു പൊറാട്ട നാടകങ്ങളും ഇവിടെ ആവശ്യമില്ല എന്നാണ് യഥാർത്ഥത്തിൽ വിഘടിത സമസ്തയിലെ മുസ്ലിയാക്കളോട് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനം ക്ഷണിക്കുന്നത് വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കുമാണ്. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആനിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലേക്കും മടങ്ങണമെന്ന് പറയാൻ കാരണം? 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹോദരങ്ങളെ അല്ലാഹു തആല ഇറക്കി കൊടുത്ത വിശുദ്ധ ഖുർആൻ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭരണഘടനയാണ്. നമുക്ക് സ്വർഗം നേടാൻ വേണ്ടി അല്ലാഹു തആല നൽകിയതാണ്. ആ ഖുർആനിൽ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 21-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. കാരണം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നത് സഹോദരങ്ങളെ പ്രവാചകനാണ്. എന്തെങ്കിലും തോന്നിയത് വേറെ ആളുകളോട് ആലോചിച്ച്
എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടിയതല്ല നമ്മളോട് പറയുന്നത്. മറിച്ച് അവിടെ നിന്ന് പറയുന്ന ഓരോ വാചകങ്ങള് 53-ാം അധ്യായം സൂറത്തുൻ നജ്മ് 4-5 ആയത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞല്ലോ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. റസൂലുള്ളാഹി നിങ്ങളോട് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയുന്നില്ല, മുഴുവനും അല്ലാഹുവിന്റെ അരികിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെറ്റുപറ്റാത്ത വ്യക്തിത്വമാണ്, മഅസൂമായ പ്രവാചകനാണ്, സ്വർഗത്തിലേക്ക് ആദ്യമായി സഹോദരങ്ങളെ കടന്നു പോകുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം കൊണ്ട് ഉജ്ജ്വലമായ ഒരു മാതൃകാ ജീവിതം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാമിന്റെ ആധാരമാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. അതിനെയാണ് മഹാന്മാരായ സ്വഹാബത്തെ അവലംബിച്ചത്. അതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹും വറളു അൻഹു അല്ലാഹ് തൃപ്തിപ്പെട്ടു പോയി, അല്ലാഹനെ തൃപ്തിപ്പെട്ട വിഭാഗമായി അവർ മാറിയത് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മളെയും അല്ലാഹ് തൃപ്തിപ്പെടാൻ